പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വന്ദ്യരായ വൈദിക സഹോദരന്മാരെ, സന്തോഷത്തിൻ്റെ സദ്വാർത്തയിലെ 27ാമത്തെ എപ്പിസോഡാണിത്. ഉയർപ്പിന് ശേഷം 3-ാം ഞായർ. നമുക്ക് പ്രാർത്ഥനയോടെ സമാരംഭിക്കാം. ദൈവമായ കർത്താവേ, നിൻ്റെ ദൈവവചനങ്ങൾ തിരിച്ചറിയുവാനും നിൻ്റെ വിശുദ്ധ സുവിശേഷത്തിൻ്റെ അർത്ഥം ഗ്രഹിക്കുവാനുമുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ. നിൻ്റെ ദിവ്യദാനങ്ങളുടെ സമൃദ്ധിയും പരിശുദ്ധാത്മ നൽവരങ്ങളും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. സന്തോഷപൂർവ്വം നിൻ്റെ കൽപ്പനകൾ ആചരിക്കുവാനും തിരുഹിതം നിറവേറ്റുവാനും നിൻ്റെ അനുഗ്രഹങ്ങൾക്കും കരുണയ്ക്കും അർഹരായി ഭവിക്കുവാനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമീൻ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 13 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. ആ ദിവസം തന്നെ അവരിൽ 2 പേർ ജെറുസലേമിൽ നിന്ന് ഏകദേശം 60 സ്ഥാദിയോൺ അകലെയുള്ള എമ്മൗസ് ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു. ഈ സംഭവങ്ങളെക്കുറിച്ചെല്ലാം അവർ സംസാരിച്ചു കൊണ്ടിരുന്നു. അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ട് പോകുമ്പോൾ യേശുവും അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തു. എന്നാൽ അവനെ തിരിച്ചറിയുവാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. അവൻ അവരോട് ചോദിച്ചു, എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? അവർ മ്ലാനവദനരായി നിന്നു. അവരിൽ ക്ലെയോഫാസ് എന്ന പേരായ ഒരുവൻ അവനോട് ചോദിച്ചു, ഈ ദിവസങ്ങളിൽ ജെറുസലേമിൽ നടന്ന സംഭവമൊന്നും അറിയാത്ത അപരിചിതനാണോ നീ? അവൻ ചോദിച്ചു, ഏത് കാര്യങ്ങൾ? അവർ പറഞ്ഞു, നസ്രായനായ യേശുവിനെ കുറിച്ച് തന്നെ. അവൻ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകനായിരുന്നു. ഞങ്ങളുടെ പുരോഹിത പ്രമുഖന്മാരും നേതാക്കളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ക്രൂശിക്കുകയും ചെയ്തു. ഇസ്രായേലിനെ മോചിപ്പിക്കുവാനുള്ളവൻ ഇവനാണ് എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. ഇതൊക്കെ സംഭവിച്ചിട്ട് ഇത് 3-ാം ദിവസമാണ്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില സ്ത്രീകൾ ഞങ്ങളെ വിസ്മയിപ്പിച്ചു. ഇന്ന് രാവിലെ അവർ കല്ലറയിങ്കൽ പോയിരുന്നു. അവൻ്റെ ശരീരം അവർ അവിടെ കണ്ടില്ല. അവർ തിരിച്ചു വന്ന തങ്ങൾക്ക് ദൂതന്മാരുടെ ദർശനമുണ്ടായെന്നും അവർ ജീവിച്ചിരിക്കുന്നുവെന്നും അറിയിച്ചു എന്നും പറഞ്ഞു. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരിൽ ചിലരും കല്ലറയിങ്കിലേക്ക് പോയി സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു. എന്നാൽ അവനെ അവർ കണ്ടില്ല. അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, ഭോഷന്മാരെ, പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ, ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെപ്പറ്റി എഴുതിയിരുന്നവയെല്ലാം അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അവർ എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോടടുത്തു. അവനാകട്ടെ യാത്ര തുടരുകയാണെന്ന് ഭാവിച്ചു. അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ കൂടെ താമസിക്കുക. നേരം വൈകുന്നു, പകൽ അസ്തമിക്കാറായി. അവൻ അവരോടുകൂടി താമസിക്കുവാൻ കയറി. അവരോടൊപ്പം ഭക്ഷണത്തിൽ ഇരുന്നപ്പോൾ അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അവർ അവനെ തിരിച്ചറിഞ്ഞു. പക്ഷേ അവൻ അവരുടെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷനായി. അവർ പരസ്പരം പറഞ്ഞു, വഴിയിൽ വെച്ച് അവർ വിശുദ്ധ ലിഖിതം വിശദീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? അവർ അപ്പോൾ തന്നെ എഴുന്നേറ്റ് ജെറുസലേമിലേക്ക് തിരിച്ചുപോയി അവിടെ കൂടിയിരുന്ന 11 പേരെയും അവരോടൊപ്പം ഉണ്ടായിരുന്നവരെയും കണ്ടു. കർത്താവ് സത്യമായും ഉയർത്തെഴുന്നേറ്റു, ശിമവോന് പ്രത്യക്ഷപ്പെട്ടു എന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വഴിയിൽ വെച്ച് സംഭവിച്ചതും അപ്പം മുറിക്കുമ്പോൾ തന്നെ അവർ തിരിച്ചറിഞ്ഞതും അവരും വിവരിച്ചു. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാവുന്നു. ബാറിക്കുമോ. പ്രിയ സഹോദരങ്ങളെ, എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കഥ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും സുപരിചിതമാണ്.
വലിയ വ്യാഖ്യാനങ്ങളുടെ ആവശ്യമില്ല. പ്രാരംഭമായിട്ട് ഏതാനും ചില റിമാർക്സ് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, സുവിശേഷങ്ങൾ എഴുതപ്പെട്ടത് AD 65-നും 100-നും ഇടയ്ക്കാണ്. അപ്പോഴേക്കും യേശുവിൻ്റെ ജീവിതകാലം കഴിഞ്ഞ് ഏതാണ്ട് 3 തലമുറകൾ പിന്നിട്ടിരുന്നു. അക്കാലത്ത് ജീവിച്ചിരുന്നവരിൽ ആരും യേശുവിനെ ശരീരത്തിൽ കണ്ടിട്ടില്ല. അതിനാൽ പ്രത്യേകിച്ച് ആദിമ കാലസഭ പീഡിപ്പിക്കപ്പെട്ടിരുന്ന അവസരത്തിൽ അവരെ യേശുവിൻ്റെ സ്നേഹം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാനും അങ്ങനെ അവരെ ശക്തിപ്പെടുത്തുവാനും ഒരു ബോധപൂർവമായ ശ്രമം ഈ സുവിശേഷത്തിൽ നടക്കുന്നുണ്ട്. വിശ്വാസികളെ ശക്തിപ്പെടുത്തുന്നത് 2 കാര്യങ്ങളാണ്. യേശു ഒരു ചരിത്രത്തിൻ്റെ ഭാഗമല്ല, യേശു ഇന്ന് ജീവിക്കുന്ന ആളാണ്. അതിനാൽ യേശുവിനെ അന്നത്തെ ക്രിസ്ത്യാനികൾക്ക് അറിയാൻ സാധിക്കും ത്രൂ ദ സ്ക്രിപ്ചേഴ്സ് ആൻഡ് ബ്രേക്കിംഗ് ഓഫ് ദ ബ്രെഡ്. പരിശുദ്ധ വചനത്തിലൂടെയും പരിശുദ്ധ കുർബാനയിലൂടെയും വിശ്വാസികൾക്ക് കർത്താവുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാനായിട്ട് സാധിക്കും. രണ്ടാമതായി, ഈ കഥ പഴയ നിയമത്തിലെ ഉൽപ്പത്തി 18-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങളെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. അത് ചുരുക്കമായിട്ട് ഇതാണ്: അബ്രഹാമും സാറായും 3 വഴിപോക്കരെ, അവർ ദൈവത്തിൻ്റെ മാലാഖമാർ ആണ് എന്ന് തിരിച്ചറിയാതെ അവരെ സ്വന്തം കൂടാരത്തിലേക്ക് ക്ഷണിക്കുകയും അവർക്ക് പ്രൗഢഗംഭീരമായ ഭക്ഷണം ഒരുക്കി അവരെ സൽക്കരിക്കുകയും ചെയ്ത ആ കഥ നമ്മളെ അനുസ്മരിപ്പിക്കുകയാണ്. മൂന്നാമതായി, ഈ എമൗസ് സ്റ്റോറി അത് ലിറ്റർജിക്കൽ ടെർമിനോളജി, പദപ്രയോഗങ്ങൾ ധാരാളം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ജോവാക്കിം ജെറമിയസ് എന്ന് പറയുന്ന ദൈവശാസ്ത്രജ്ഞൻ യൂക്കറിസ്റ്റിക് വേർബ്സ് പ്രത്യേകമായി പഠിക്കുകയുണ്ടായി. അത് നമുക്കെല്ലാവർക്കും അറിയാം. ജീസസ് ടുക്ക് ബ്രെഡ്, ബ്ലെസ്ഡ്, ബ്രോക്ക്, ഗേവ്. യേശു അപ്പമെടുത്തു, ആശീർവദിച്ചു, മുറിച്ചു, കൊടുത്തു. ഇത് പരിശുദ്ധ കുർബാനയുടെ ക്രിയകളാണ് എന്ന് അദ്ദേഹം തെളിയിച്ചു. അത് യേശു അപ്പം വർദ്ധിപ്പിക്കുമ്പോഴും കുർബാന സ്ഥാപിച്ചപ്പോഴും ഇപ്പോൾ എമൗസിലെ ശിഷ്യന്മാരോടൊപ്പം അത്താഴം കഴിച്ചപ്പോഴും ഇതേ ക്രിയകൾ തന്നെയാണ് നമ്മൾ കാണുക. അതുപോലെ ഇവർ തിരിച്ച് ജെറുസലേമിൽ ചെന്ന് ശിഷ്യ സമൂഹത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ അവരും ഈ സ്റ്റോറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കർത്താവിനെ അവർ കണ്ടു എന്നുള്ള സ്റ്റോറി. അതിനാൽ അവർ ഒരു വലിയ വിശ്വാസ പ്രഖ്യാപനം നടത്തുകയാണ്. ദ ലോർഡ് ഹാസ് റിസൺ ഇൻഡീഡ്. കർത്താവായ യേശു സത്യമായും ഉയർത്തെഴുന്നേറ്റു. ഇത് ആദിമസഭയിലെ പരിശുദ്ധ ആരാധനക്രമത്തിലെ ഒരു വിശ്വാസ പ്രഖ്യാപനമാണ്. ആകട്ടെ, നമുക്ക് ഇതിൻ്റെ ബൈബിൾ വ്യാഖ്യാനത്തിലേക്ക് കടക്കാം. ഈ സ്റ്റോറി ആരംഭിക്കുന്നത് 2 of them. നേരത്തെ അപ്പസ്തോലന്മാരുടെ കാര്യങ്ങൾ പറയുന്നത് കാരണം അവരിൽ 2 പേർ എന്ന് പറയുമ്പോൾ 2 അപ്പസ്തോലന്മാരെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. എന്നാൽ അപ്പസ്തോലന്മാരുടെ പട്ടികയിൽ ക്ലെയോഫാസ് എന്നു പേരായ ഒരാളില്ല. അതിനാൽ അദ്ദേഹം അപ്പസ്തോലനല്ല എന്നുള്ളത് തീർച്ച.
ക്ലയോഫാസിന് സമാനമായ വേറൊരു പേര് യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 25-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു. കർത്താവിൻ്റെ കുരിശിൻ ചുവട്ടിൽ പല മറിയാമ്മമാർ നിൽക്കുന്നുണ്ടായിരുന്നു. ഒരാളെ വേറെ ഒരു മറിയാമ്മയിൽ നിന്ന് തിരിച്ചറിയാൻ വേണ്ടി ക്ലോഫാസിൻ്റെ ഭാര്യയായ മറിയം എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സുവിശേഷത്തിൽ ലൂക്ക 24:19 യോഹന്നാൻ 19:25 മാത്രമേ ഈ പേര് പ്രത്യക്ഷപ്പെടുന്നുള്ളൂ. പക്ഷേ ഒരിടത്ത് ക്ലയോഫാസ് എന്നും മറ്റിടത്ത് ക്ലോഫാസ് എന്നുമാണ്. ഇവർ രണ്ടുപേരും ഒന്നാണോ രണ്ടാണോ? ആദിമകാല കത്തോലിക്ക സഭയിലെ ബൈബിൾ വ്യാഖ്യാതാക്കൾ, അതുപോലെ ഓർത്തഡോക്സ് സഭകളിലെ വ്യാഖ്യാതാക്കൾ എല്ലാവരും ഈ ക്ലയോഫാസും ക്ലോഫാസും ഒരേ ആൾ തന്നെയാണ് എന്നുള്ള രീതിയിലാണ് വ്യാഖ്യാനം ചെയ്യുന്നത്. അപ്പോൾ ഇവരാരാണ്? ലൂക്ക 10:1-12 വരെ വാക്യങ്ങളിൽ യേശു അപ്പസ്തോലന്മാരെ കൂടാതെ 72 പേരെ തിരഞ്ഞെടുത്ത് അവരെ 2 പേരായി താൻ പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും അയച്ചു എന്ന് നാം വായിക്കുന്നു. തനിക്ക് മുമ്പേ അയച്ചു. അപ്പോൾ ഈ 72 പേരുടെ ഗണത്തിലുള്ളവരായിരിക്കാം ഈ ക്ലയോഫാസ് എന്ന് പറയുന്ന ശിഷ്യനും അദ്ദേഹത്തിൻ്റെ സഹയാത്രികനും എന്ന് നമ്മൾ അനുമാനിക്കേണ്ടിയിരിക്കും. ഇന്ന് പ്രത്യേകിച്ച് പ്രൊട്ടസ്റ്റൻ്റ് വ്യാഖ്യാതാക്കൾ ഈ 2 പേര്, ഒന്ന് ക്ലോഫാസും രണ്ടാമത്തെ യാത്രികനല്ല യാത്രിക അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായിരുന്നു എന്ന് പറയാനാണ് ആധുനിക വ്യാഖ്യാതാക്കൾ ഇഷ്ടപ്പെടുക. അതിൻ്റെ കാരണം നേരം സന്ധ്യയായപ്പോൾ ഇവർ 2 പേരും യേശുവിനെ, ഈ സഹയാത്രികനായി കൂടെ ഉണ്ടായിരുന്ന ഉയർത്തെഴുന്നേറ്റ യേശുവിനെ 2 പേരും കൂടി ഒരുമിച്ച് ക്ഷണിക്കുന്നു, ഞങ്ങളുടെ ഭവനത്തിലേക്ക് വരിക. അതുകൊണ്ട് ഒരുപക്ഷെ അത് ഭാര്യയും ഭർത്താവുമായിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. കാരണം യേശുവിൻ്റെ വിശാലമായ ശിഷ്യഗണത്തിൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ അനുമാനിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് അത് അസാധ്യമായ കാര്യമല്ല. കൂടാതെ അതിന് 2 ദിവസം മുമ്പ് അല്ലെങ്കിൽ 3 ദിവസം മുമ്പ് വെള്ളിയാഴ്ച ഈ ക്ലോഫാസിൻ്റെ ഭാര്യയായ മറിയം കുരിശിൻ ചുവട്ടിൽ നിൽപ്പുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ക്ലോഫാസിൻ്റെ കൂടെ പോയ സഹയാത്രിക അദ്ദേഹത്തിൻ്റെ തന്നെ ഭാര്യയായിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. 2, എമ്മൗസ് എന്ന സ്ഥലം എവിടെയാണ്? എമ്മൗസ് എന്ന പേരിൽ ഇന്ന് ഒരു സ്ഥലമില്ല. നമ്മൾ അതിൻ്റെ ചരിത്രം പഠിക്കുന്ന അവസരത്തിൽ ജെറുസലേമിൻ്റെ വടക്ക് പടിഞ്ഞാറായി 50-60 സ്ഥാദിയ. 60 സ്ഥാദിയ എന്ന് പറയുന്നത് ഒരു റോമൻ അളവാണ്. അത് ഇന്ന് കിലോമീറ്ററുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ 11 കിലോമീറ്റേഴ്സ്. അപ്പോൾ ജെറുസലേം 2500 അടി ഉയരമുള്ള ഒരു പർവ്വതമാണ്. പർവ്വതത്തിൽ നിന്ന് വടക്ക് പടിഞ്ഞാറ് ചരിവിലേക്ക് 11 കിലോമീറ്റർ നടക്കുമ്പോൾ ഇന്ന് മോഡേൺ ഹീബ്രുവിൽ ആ പട്ടണം അറിയപ്പെടുന്നത് മോട്സ എന്നാണ്. അത് അയ്യലോൺ എന്ന് പറയുന്ന ഒരു താഴ്വരയിലാണ്. അവിടെ ഇന്ന് കൂടുതലും അറബികളാണ്. അതുകൊണ്ട് അറബിയിൽ ആ സ്ഥലത്തെ വിളിക്കുന്നത് എൽ ക്യുബേബെ എന്നാണ്.
ഞാൻ ജെറുസലേമിൽ പഠിക്കുമ്പോൾ ഉയർപ്പ് കഴിഞ്ഞിട്ടുള്ള തിങ്കളാഴ്ച രാവിലെ എന്നോടൊപ്പം പഠിച്ചിരുന്ന വൈദികരും സിസ്റ്റേഴ്സും ഞങ്ങളെ പഠിപ്പിച്ചിരുന്ന ഒരു പ്രൊഫസറുടെ നേതൃത്വത്തിൽ വെളുപ്പിനെ 4 മണിക്ക് എഴുന്നേറ്റ് നടന്നിട്ട് ഉദ്ദേശം 7:30 മണിയായപ്പോഴാണ് എമ്മൗസിലെത്തിയത്. ചെറിയ വിശ്രമത്തിന് ശേഷം ഞങ്ങൾ അവിടെ ഓപ്പൺ എയറിൽ പരിശുദ്ധ കുർബാന ചൊല്ലി വിശ്രമിച്ച് പിന്നീട് വാഹനത്തിൽ തിരികെ വന്ന കാര്യം ഞാൻ ഓർക്കുന്നു. അപ്പോൾ ഇന്ന് തീർത്ഥാടകർ ഈ 11 കിലോമീറ്റർ നടക്കാൻ ഇഷ്ടപ്പെടുന്ന ധാരാളം പേരുണ്ട്. അത് തീർച്ചയായിട്ടും ഒരു നല്ല തീർത്ഥാടനമാണ്. ഒരു നാടൻ വഴിയിലൂടെ, മഡ് റോഡിലൂടെ, കയറ്റവും ഇറക്കവും ഒക്കെയായിട്ടുള്ള വഴിയിലൂടെ നടക്കുന്നത് തീർച്ചയായിട്ടും ഒരു പ്രായശ്ചിത്ത പ്രവൃത്തി കൂടിയാണ്. ഈ കർത്താവ് ഒരു അപരിചിതൻ ആയിട്ടുള്ള ഒരു സഹയാത്രികനായി അവരോടൊപ്പം കൂടി അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഗ്രീക്ക് ഭാഷയിൽ എക്ര തൂന്തോ എന്ന് പറഞ്ഞാൽ their eyes were restrained from recognizing him. Their eyes were restrained from recognizing Jesus. അപ്പോൾ അവരുടെ കണ്ണുകൾ ആരോ മൂടിയിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് കാണാൻ പാടില്ലായിരുന്നു. ഈ കഴിഞ്ഞ നാളുകളിൽ വിഷു ആയിരുന്നു. ഹിന്ദു ഭവനങ്ങളിൽ അമ്മമാർ വെളുപ്പിനെ 4 മണിക്ക് എഴുന്നേറ്റ് വിഷുക്കണി ഒരുക്കുന്നു. കുഞ്ഞുങ്ങൾ ഉണർന്നു വരുമ്പോഴത്തേക്ക് എല്ലാം തയ്യാർ. അതിനുശേഷം കുഞ്ഞുങ്ങളെ കുളിപ്പിച്ച് വസ്ത്രമൊക്കെ അണിയിച്ച് ഓരോ കുഞ്ഞിനായിട്ട് അവരുടെ 2 കണ്ണും പൊത്തി ഈ കൃഷ്ണ പ്രതിമയുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് കൈമാറ്റുന്നു. അവർ പുതുവർഷത്തിൽ ആദ്യമായി ദർശനം നടത്തുന്നത് കണ്ണനെയാണ്, കൃഷ്ണനെയാണ്. ഏതാണ്ട് ഇതുപോലെയാണ്. അവരുടെ കണ്ണ് മൂടപ്പെട്ടിരുന്നു. അതിനുശേഷം ഈ മൂടലിന് ശേഷം ഒരു വലിയ റെവലേഷൻ വരാൻ പോവുകയാണ്. ഒരു വലിയ വെളിപാട് നടക്കാൻ പോവുകയാണ്. ഇതുതന്നെയാണ് പൗലോസിൻ്റെ ഡമാസ്കസ് ഇവൻറ്റ് എന്ന് പറയുന്നത്. എല്ലാ ക്രിസ്ത്യാനികളെയും അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാനും വേണ്ടി വന്നാൽ ശിക്ഷിക്കാനും ഒക്കെയുള്ള അധികാരപത്രത്തോടുകൂടി കുതിരപ്പുറത്ത് പാഞ്ഞ് പോയിരുന്ന ആളെ ഒരു ഇടിമിന്നൽ അടിച്ച് താഴെയിട്ടു. അവൻ്റെ കണ്ണുകൾ അവന് കാണാൻ സാധിച്ചില്ല, അന്ധനായിരുന്നു. പിന്നീട് അനനിയാസിനെ സാവൂളിൻ്റെ അടുക്കലേക്ക് ദൈവം അയക്കുന്നു. സാവൂള് അവന് വേണ്ടി അവൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ എന്തോ അടർന്നു വീണു. അവന് വീണ്ടും കാഴ്ച ലഭിച്ചു എന്ന് നാം വായിക്കുന്നുണ്ട്. അതുപോലെ താൽക്കാലികമായിട്ടുള്ള ഈ അന്ധത ഒരു റെവലേഷൻ, ഒരു വെളിപാടിൻ്റെ മുൻ സൂചനയാണ്. കർത്താവ് വളരെ മനഃശാസ്ത്രപരമായിട്ടാണ് ഇവരോടൊപ്പം കൂടുന്നത്. എന്താണ് നിങ്ങൾ സംസാരിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, എനിക്കൂടെ ഒന്ന് മനസ്സിലാക്കി തരാമോ എന്നുള്ള ഒരു ചോദ്യത്തോടു കൂടിയാണ് യേശു അവരുടെ കൂട്ടത്തിൽ കൂടുന്നത്. യേശു അവരുടെ മുഖം പ്രത്യേകം ശ്രദ്ധിച്ചു. അവർ മ്ലാനവദനരായിരുന്നു. they were sad, depressed. അങ്ങനെ അവർ പറയുന്ന കാര്യങ്ങൾ നമുക്കെല്ലാം സുപരിചിതമാണ്. We had hoped. അത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. എന്ന് പറയുമ്പോൾ ഞങ്ങൾ വിചാരിച്ചിരുന്നു
അവനാണ് ഇസ്രായേലിനെ രക്ഷിക്കാൻ പോകുന്ന വിമോചകൻ എന്ന്. പക്ഷേ ഞങ്ങളുടെ പ്രധാനാചാര്യന്മാരും ജനപ്രമാണികളും അവനെ പിടിച്ച് ക്രൂശിച്ചു. അവൻ മരിച്ചു, അടക്കപ്പെട്ടു. ഇത് 3-ാം ദിവസമാണ്. ഇത് 3-ാം ദിവസമാണ് എന്ന് പറയുമ്പോൾ അടക്കിയ ഒരു ശരീരം ചീയുന്ന നേരമാണ് 3-ാം ദിവസം. കാരണം ലാസറിനെ ഉയർപ്പിക്കുന്ന സമയത്ത് ലാസർ മരിച്ചു എന്ന് യേശു അറിഞ്ഞെങ്കിലും മനഃപൂർവ്വം പോയില്ല. 4-ാം ദിവസമാണ് സ്ഥലത്തെത്തുക. അപ്പോൾ സഹോദരിമാർ പറയുന്നുണ്ട്, ഇത് 4-ാം ദിവസമാണ്, ഇപ്പോൾ ശവം നാറുന്നുണ്ടാവും, നീ ഖബറിലേക്ക് പോകണ്ട എന്നുള്ള അർത്ഥത്തിൽ നാറ്റം ഉണ്ടാകും എന്ന്. അതിനാൽ ഇവിടെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു. കാരണം യേശുവിൽ വലിയ പ്രതീക്ഷ അവരർപ്പിച്ചിരുന്നു, അതെല്ലാം തീർന്നു. ഇതിൻ്റെ ശക്തി മുഴുവൻ യേശുവിൻ്റെ ക്രൂശീകരണത്തിൽ പ്രകടിപ്പിച്ചു. പട്ടാളക്കാരെ, പ്രധാന ആചാര്യന്മാർ പട്ടാളക്കാരെ കാവൽ നിർത്തി മുദ്ര വെച്ചു, ഇനി തീർന്നു എന്നാണ് അവർ പറയുന്നത്. എന്നാൽ യേശു അവരെ വഴക്ക് പറയുകയാണ്. യു ഫൂളിഷ്, മൂഢന്മാരെ, പ്രവാചകന്മാർ പറഞ്ഞത് മനസ്സിലാക്കാൻ മന്ദീഭവിച്ച ബുദ്ധിയുള്ളവരെ. ഇത് രണ്ടും ഇന്നത്തെ ഭാഷയിൽ ഒരാളെ ഫൂൾ എന്ന് വിളിക്കുന്നതും നീ ഒരു മന്ദബുദ്ധിയാണ് എന്ന് പറയുന്നതും ഒരു ഒഫൻസീവായിട്ടുള്ള വാക്കുകൾ. നമ്മളെ സംബന്ധിച്ച് കർത്താവ് അവരെ വഴക്ക് പറയുന്നെങ്കിലും വളരെ ക്ഷമയോടുകൂടി യേശു ലോകരക്ഷയ്ക്ക് വേണ്ടി സഹിക്കേണ്ടിയിരുന്നെന്നും മരിക്കേണ്ടിയിരുന്നെന്നും അവൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള പ്രവചനങ്ങളെല്ലാം ഓരോന്നോരോന്നായി വിശദീകരിച്ചു കൊടുത്തു. അങ്ങനെ അവർ മുമ്പോട്ട് പോകുന്ന അവസരത്തിൽ നേരം സന്ധ്യയായി. കർത്താവ് വേറൊരു വഴിക്ക് പോകാനായിട്ട് ഒരു ഭാവം നടിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഇന്ന് പോകണ്ട, ഞങ്ങളുടെ കൂടെ താമസിക്കുക, ഞങ്ങൾ ഭക്ഷണം ഒരുക്കിത്തരാം, വിശ്രമിച്ചിട്ട് നാളെ പോകാം. കർത്താവ് ആദ്യം അങ്ങനെ ഒരു ഭാവം നടിച്ചെങ്കിലും അവരോടൊപ്പം കയറി കൈയും കാലും ഒക്കെ കഴുകി ഭക്ഷണത്തിലിരുന്ന അവസരത്തിൽ കർത്താവ് അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ വിഷുക്കണിയുടെ ദിവസത്തിൽ കുഞ്ഞുങ്ങളുടെ കണ്ണ് തുറക്കുന്നത് പോലെ അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു. അവർ യേശുവിനെ ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ യേശു ഉടനടി അവരുടെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷനായി. യേശു എന്തുകൊണ്ടാണ് ഉടനെ അപ്രത്യക്ഷനായത്? ഞങ്ങളെ ധ്യാനിപ്പിച്ച ഒരു അച്ഛൻ പറഞ്ഞു, ഒരു സൺഡേ സ്കൂളിൽ ഇതേ ചോദ്യം യേശു ഈ ഒരു വൈദികൻ അവിടുത്തെ കുഞ്ഞുങ്ങളോട് ചോദിച്ചു. ഒരു കുഞ്ഞ് കഴിഞ്ഞിട്ട് പറഞ്ഞു, യേശു അപ്പത്തിലേക്ക് കയറി ഒളിച്ചു, അത് കാരണം യേശുവിന് ഇനി നേരിട്ട് അവിടെ സന്നിഹിതനാകേണ്ട ആവശ്യമില്ല. യേശു അപ്പത്തിൽ കയറി ഒളിച്ചു. ഒരു കുഞ്ഞിൻ്റെ ഭാഷയിൽ അതാണ് നമ്മൾ വിശ്വസിക്കുന്ന റിയൽ പ്രസൻസ്, കുർബാനയിലെ കർത്താവിൻ്റെ യഥാർത്ഥ സാന്നിധ്യം. അതുകൊണ്ട് യേശു ഫിസിക്കലായിട്ട് അവിടെ പ്രസൻ്റ് ആകണമെന്നില്ല. യേശു മിസ്റ്റിക്കലായിട്ട്, രഹസ്യാത്മകമായിട്ട് അവിടെ തീർച്ചയായിട്ടും യഥാർത്ഥ സാന്നിധ്യത്തിലുണ്ട്. അപ്പോൾ അവർ ഉടനെ തിരിച്ചറിയുകയാണ്, പുറകോട്ട് ചിന്തിക്കുകയാണ്. വഴിയിൽ വെച്ച് അവൻ വചനങ്ങൾ വിവരിച്ചു തന്നപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചില്ലേ? ഇപ്പോൾ കണ്ണുകൾ തുറന്നില്ലേ അപ്പം വാഴ്ത്തി കിട്ടിയപ്പോൾ? അപ്പോൾ ആദ്യം യേശു അവരെ കുറ്റപ്പെടുത്തിയത് ഹൃദയം മന്ദീഭവിച്ചവരെന്നാണ്.
എന്നാൽ യേശു അവരെ കയ്യിലെടുത്ത് ആ മന്ദീഭവിച്ച ഹൃദയം ജ്വലിപ്പിച്ചു. അടഞ്ഞ കണ്ണുകൾ തുറന്നു. അവർ അപ്പോൾ തന്നെ എഴുന്നേറ്റ്, ഒരുപക്ഷെ അപ്പോൾ എന്ന് പറയുന്നത് ചിലപ്പോൾ പാതിരാത്രിയായി കാണും. 11 മണിക്കൂർ ഒട്ടും നിരപ്പല്ലാത്ത നല്ല കയറ്റമുള്ള ഈ മഡ് റോഡിലൂടെ ഉടനടി പാതിരാത്രിക്ക് എഴുന്നേറ്റ് അവർ തിരിച്ച് ജെറുസലേമിലേക്ക് പോയി. ഇത് ഒരു വലിയ ആവേശമാണ്. ഇന്ന് രാവിലെ രാത്രിയിലെ കൗമയിൽ സഹോദരന്മാരോടായിട്ട് ചോദിക്കുന്നു, ശത്രുക്കൾ നിങ്ങളുടെ കഴുത്ത് വെട്ടിയപ്പോൾ നിങ്ങൾക്ക് വേദനിച്ചില്ലേ? അവർ പറഞ്ഞു, വേദനിച്ചില്ല. കാരണം ഞങ്ങൾ കുരിശിലേക്ക് നോക്കിയപ്പോൾ യേശുവിൻ്റെ രക്തം ഒലിക്കുന്നത് കണ്ടു. അത് കണ്ടപ്പോൾ ഞങ്ങൾ ഒരു ഉന്മാദ ലഹരിയിലായി. ഈ ഉന്മാദ ലഹരിയിൽ വേദന എന്താണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല എന്ന്. അതിനാൽ ഈ ശിഷ്യന്മാർ, എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാർ, ക്ഷീണമോ ഉറക്കമോ വിശപ്പോ ഇതൊന്നും അറിയാതെ ഒരു ഉന്മാദ ലഹരിയിൽ തിരിച്ച് ഉടനടി ജെറുസലേമിലേക്ക് പോവുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെയുള്ള ഒരു ആവേശം നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്. ജെറുസലേം, എമ്മൗസ്, ഇത് 2 സ്ഥലങ്ങൾ എന്നതിനേക്കാൾ 2 ആർക്കിടൈപ്പൽ റിയാലിറ്റീസ് എന്ന് പറഞ്ഞാൽ പ്രാഗ് രൂപങ്ങളായിട്ട് എടുക്കുക. സ്ഥലമാണെന്നുള്ളത് വിസ്മരിക്കുക. അപ്പോൾ ജെറുസലേം എന്ന് പറയുന്നത് ലൈഫ് ഷാറ്റേഡ് എന്ന് പറഞ്ഞാൽ ജെറുസലേം കർത്താവിൻ്റെ സഫറിങ്, ഡെത്ത്, ബെറിയൽ, പിന്നീടാണല്ലോ ഉയർപ്പിൻ്റെ അനുഭവത്തിലേക്ക് വരുന്നത്. അവർ വളരെ നിരാശരായിരുന്നു. അവർ പ്രതീക്ഷിച്ചിരുന്ന കാര്യങ്ങളൊന്നും നടന്നില്ല. അൺമെറ്റ് എക്സ്പെക്റ്റേഷൻസ്. ഒരുപക്ഷെ 3 വർഷം യേശുവിൻ്റെ പുറകെ നടന്നത് മണ്ടത്തരമായിപ്പോയി എന്ന് അവർക്ക് തോന്നിക്കാണും. ഹാവ് വി മെയ്ഡ് എ റോങ് ചോയ്സ്? ഈസ് മൈ ലൈഫ് ഷാറ്റഡ്? എൻ്റെ ജീവിതം തകർന്നോ? ക്ലെയോഫാസും യാത്രികനല്ലെങ്കിൽ യാത്രികയും ഇതുപോലുള്ള ഒരു മാനസിക ഭാവത്തിലായിരുന്നു. അവർ ലൈഫ് ഈസ് ഷാറ്റഡ്. എന്നാൽ എമ്മൗസിലെ ഇവൻറ്റ്, ആ സംഭവത്തിന് ശേഷം വാട്ട് വി സീ ഈസ് ലൈഫ് റിസ്റ്റോർഡ്. പുനരുദ്ധരിക്കപ്പെട്ട ഒരു ജീവിതം. അതുകൊണ്ട് അവർ നിരാശരായിരുന്നെങ്കിലും അവരുടെ മനസ്സിലെപ്പോഴും കർത്താവിൻ്റെ സ്നേഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ദാഹമുണ്ടായിരുന്നു. അവർക്ക് they had a hunger for love. They had a hunger for wholeness and restoration. ഈ വലിയ ദാഹം കൊണ്ടാണ് യേശുവിനെ അങ്ങ് യാത്രികനായി പറഞ്ഞുവിടാതെ സ്റ്റേ വിത്ത് അസ്. 2004 പരിശുദ്ധ കുർബാനയെക്കുറിച്ച് വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പ എഴുതിയ ചാക്രിയ ലേഖനത്തിൻ്റെ പേര് മാനെ നൊബിസ്കും ദോമിനെ, ലോർഡ് സ്റ്റേ വിത്ത് അസ്. അങ്ങനെ കർത്താവ് നമ്മളോടൊപ്പം വസിക്കുമ്പോഴും അവൻ തൻ്റെ വചനമാകുന്ന അപ്പവും
തൻ്റെ ശരീരമാകുന്ന അപ്പവും നമുക്ക് മുറിച്ചു തരുമ്പോൾ നമ്മുടെ തന്നെ ബ്രോക്കൺനെസ്, നമ്മുടെ ഷാറ്റേഡ് ലൈഫ് ബിക്കംസ് റീസ്റ്റോർഡ്. ഒരു മുട്ടത്തോടിൽ നിന്ന് കോഴിക്കുഞ്ഞ് പുറത്തു വന്ന് ലോകം എന്താണ് എന്ന് കാണുന്നത് പോലെ ഒരു പുതിയ ദർശനം അവർക്ക് ലഭിക്കുകയാണ്. ഒരു ഓട്ടുപാത്രം പോലെ ഉടഞ്ഞുപോയ അവരുടെ ജീവിതത്തെ കർത്താവ് ഒന്നുകൂടി ഉടച്ച് ഉരുക്കി വാർത്ത് പുതിയ ഒരു പാത്രമാക്കി അവരെ രൂപാന്തരപ്പെടുത്തി. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ അവസ്ഥ ഈ എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരുടേത് പോലെ ആയിരിക്കാം. പല കാരണങ്ങളാൽ നമ്മുടെ പ്രതീക്ഷകളൊന്നും നടന്നിട്ടില്ല. നമ്മൾ ഡിപ്രസ്ഡാണ്. ഈ ദിവസങ്ങളിൽ തന്നെ ധാരാളം പേര് ആത്മഹത്യ ചെയ്യുന്നു. എറണാകുളത്തെ ഒറ്റപ്പാലത്തിൽ നിന്ന് ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് 3 പേരാണ് ആത്മഹത്യ ചെയ്തത്. കോവിഡ് വർദ്ധിക്കുന്നതനുസരിച്ച് ആത്മഹത്യകൾ പെരുകുന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ജീവിതം അങ്ങനെ അവസാനിപ്പിക്കാൻ, ജീവിതം തന്നവന് മാത്രമേ ജീവിതം എടുക്കുവാൻ പറ്റുകയുള്ളൂ. അതിനാൽ ഈ സംഘട്ടനങ്ങൾ, മാനസിക സംഘർഷങ്ങൾ, ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, ഭാവി അടച്ചുപോയി എന്നൊക്കെ നമുക്ക് ചിന്ത വരുന്ന അവസരത്തിൽ മാനെ നൊബീസ്കും ദോമനെ, കർത്താവെ ഞങ്ങളോടൊപ്പം കയറി താമസിക്കണമേ എന്ന് എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരോടൊപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.